ഹലോ ഗൈസ്, ഒരു വയനാടുകാരിയായ എനിക്ക് ഈ സൂവിലൊന്നും പോകേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മൾ തിരുവനന്തപുരം എത്തിയ സ്ഥിതിക്ക് ഒന്ന് സൂ പോകണ്ടേ? അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. ട്രിവാൻഡ്രത്ത് എൻ്റെ ഒരു കസിനെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഈ സഡനായിട്ടൊരു പ്ലാൻ ഇട്ടത് സൂവിലൊന്ന് പോകാന്നുള്ളത്. ശ്രുതുനേട്ടൻ ഇതിന് മുന്നേ വന്നിട്ടില്ല, ആള് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. മെയിൻ ഉദ്ദേശം കടുവയെ കാണാന്നുള്ളതാണ്. ഒരു 4 years ബാക്ക് എൻ്റെ വീടിൻ്റെ അവിടെയും കടുവ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴൊക്കെ എനിക്ക് പുറത്തിറങ്ങാൻ തന്നെ ഭയങ്കര പേടിയായിരുന്നു. എന്നിട്ടാണ് ഞാൻ ഇന്ന് ഈ കടുവനെ കാണാൻ വേണ്ടി സൂവിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് കുറേ മഞ്ചാടിയൊക്കെ കിട്ടിയിരുന്നു. അവിടെ ഇഷ്ടംപോലെ മഞ്ചാടി ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ ഞാൻ പറക്കെടുത്തു. ഇത് ഈ കരടീനെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നി കേട്ടോ. കാരണം ആ വഴി കൂടി ഇങ്ങനെ പുള്ളിക്കാരി ഇങ്ങനെ നടക്കുകയാണ്. പുള്ളിക്കാരൻ നടക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളൊരു ഈവനിങ് ടൈം ആയിരുന്നു കേട്ടോ പോയിരുന്നത്. അതുകൊണ്ട് തന്നെ അധികം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അവിടെ വെയിലൊന്നും അടിക്കില്ല. നല്ല മരങ്ങളാ ചുറ്റപ്പെട്ട സ്ഥലമാണല്ലോ. ഇത് നമ്മുടെ സ്വന്തം കാട്ടിലെ രാജാവായ സിംഹം. മടിയനെന്ന് പറഞ്ഞ കുഴി മടിയനാട്ടോ. അങ്ങ് ദൂരെ കിടക്കുകയാണ് ആള്. ഒന്നും ഇങ്ങോട്ട് വരിക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ലീവല്ലേ, അവധി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. മ്യൂസിയത്തിലൊക്കെ നല്ല ലെപ്പേർഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ മെയിനായിട്ടും പോയിട്ടുണ്ടായിരുന്നത് കടുവേനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അടിപൊളിയായിരുന്നു കേട്ടോ. എൻ്റെ പൊന്നേ, കടുവ കൊതനം കിടക്കുകയായിരുന്നു. കുറച്ചപ്പോൾ ഇങ്ങനെ ഫ്രണ്ട്ലിക്കൊക്കെ വരാൻ തുടങ്ങി. പിന്നെ എല്ലാം ഭയങ്കര വയസ്സായ പോലെ, ഒട്ടും ഉഷാറൊന്നുമില്ല. കണ്ടപ്പോൾ സങ്കടമായിട്ടോ. അങ്ങനെ വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും വേണ്ടി നല്ല അടിപൊളിയായിട്ട് പോസ് ചെയ്ത് നടക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. എൻ്റെ കാല് ഒന്ന് ചെറുതായിട്ട് പണി പറ്റി ഗൈസ്. നല്ല വേനെടുത്തു എനിക്ക്. അങ്ങനെ പിന്നെ വേഗം വണ്ടിക്കകത്ത് കയറി തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പം അത്രയ്ക്കുള്ളൂ. ബൈ.